ഇനി നമ്മൾ പോകുന്നത് ചായ കുടിക്കാൻ പോലും സമയമില്ലാതെ പൊരിഞ്ഞ പോരാട്ടത്തിനൊരുങ്ങുന്ന വടകരയിലേക്കാണ്. രണ്ട് MLA മാർ നേർക്കുനേർ എത്തുന്നു എന്നുള്ള അപൂർവത കൂടി വടകരയ്ക്കുണ്ട്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അല്പസമയത്തിനുള്ളിൽ മണ്ഡലത്തിലെത്തും. കോൺഗ്രസ് പ്രവർത്തകർ ഷാഫിയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വടകരയിൽ നിന്ന് സിനോജ് തോമസ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സിനോജ്, 2019 കെ മുരളീധരൻ്റെ ഒരു രംഗപ്രവേശം നമ്മൾ കണ്ടതാണ്. പി ജയരാജനെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ ശക്തനായി ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ അവിടെ നിർത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. ശക്തൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ ആ മത്സരം ഏറ്റെടുക്കുന്നു. 2019 ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ കെ മുരളീധരൻ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ നടുവിലേക്ക് വന്നിറങ്ങുന്ന ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലുണ്ട്. ആ ദൃശ്യത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സ്വീകരണമാണോ ഇപ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ള ഷാഫി പറമ്പിലിന് നൽകുക? എത്രത്തോളം പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? എങ്ങനെയായിരിക്കും ഷാഫിയെ വടകരയുടെ മണ്ണിലേക്ക് അവർ സ്വീകരിക്കുക? ബെനിയിൽ തീർച്ചയായും 2019 കണ്ടത് എങ്ങനെയോ അങ്ങനെ തന്നെ ആവർത്തിക്കുകയാണ്. കാരണം അന്ന് കെ മുരളീധരൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിലാണ് വന്നിറങ്ങിയത്. ഇന്ന് ഷാഫി പറമ്പിൽ ബൈ കാർ റോഡ് മാർഗം കാറിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങും. സത്യം പറഞ്ഞാൽ ഇവിടെ കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ വലിയ ജനക്കൂട്ടം ഇവിടെ എത്തിയിരിക്കുകയാണ്. വടകര മണ്ഡലത്തിലെ UDF പ്രവർത്തകർ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ പാലക്കാടൻ ജനതയുടെ വൈകാരികമായ യാത്രയപ്പ് സ്വീകരിച്ച് ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. റോഡ് മാർഗമാണ് എത്തുന്നത്. ഇവിടെ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോട്ടപ്പറമ്പിലേക്ക് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുപോകും. വലിയ സ്വീകരണമാണ് UDF ഒരുക്കിയിരിക്കുന്നത്. കാവടി, ഒപ്പം തന്നെ ശിങ്കാരി മേളം, കോൽക്കളി തുടങ്ങിയ എല്ലാവിധ കലാപരിപാടികളോടുകൂടിയാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് സ്വീകരിച്ചുകൊണ്ട് കോട്ടപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയായിരിക്കും UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തുക. അവിടെ PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ നേതാക്കളും VT ബലറാം ഉൾപ്പെടെയുള്ള നേതാക്കളും അവിടേക്ക് എത്തും. കെ കെ രമയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ഷാഫി എത്താൻ വേണ്ടി ഷാഫി പാലക്കാട് മണ്ണിൽ നിന്ന് ഷാഫിയെ പാലക്കാട് മണ്ണിലെ ജനങ്ങൾ എത്ര സ്വീകരിച്ചോ അതിലധികം ഞങ്ങൾ വടകരയിലെ വോട്ടർമാർ ഷാഫിയെ സ്വീകരിച്ചതിന്റെ തെളിവാണ് ഇവിടെ കൂടിയ ജനസമൂഹം. പാലക്കാട് ആളുകൾ കരഞ്ഞുകൊണ്ടാണ് ഷാഫി യാത്രയാക്കിയത്. ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. സന്തോഷം കൂടുതൽ വോട്ടിന് വിജയിപ്പിച്ചെടുക്കും. കെ മുരളീധരനെ പോലെ തന്നെ ജയിക്കും. അതിന് കൂടുതൽ വോട്ടിന് വിജയിക്കും. ഭൂരിപക്ഷം കൂട്ടോ? 51 വെട്ടുവെട്ടിയവർക്കെതിരെ പോരാടാൻ 41 കാരണമാണ് വരുന്നത്. കാണുന്നേ ഉള്ളൂ പൂരം. കാണാൻ പോകുന്ന പൂരം 51 അത് തന്നെയാണ് ചർച്ച. തെങ്ങിൻ പൂലിക്ക് പൂക്കല പോലെ ചിതറുമെന്ന് പറഞ്ഞവന് ഇരട്ട ജീവപര്യന്തം കൊടുത്തത് തന്നെയാണ് വടകര ചർച്ച ചെയ്യുക. അത് ചർച്ച ചെയ്യില്ല എന്ന് പറയുന്നത് പേടിക്കുന്നവരാണ്. അത് തന്നെയാണ് ചർച്ച. അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടാൻ ചെറുപ്പക്കാരന് കിട്ടിയ ആവേശത്തിലാണ് വടകരക്കാർ. ഷാഫി ചങ്കുബ്രാണ്. 1 ലക്ഷം വോട്ടിന് വടകര കൊടുക്കും. 1 ലക്ഷം വോട്ട്. ഇതാണ് പ്രവർത്തകരുടെ ആവേശം. കാരണം കടത്തനാടൻ മണ്ണിന്റെ പോരാട്ട കളരിയിലേക്ക് ഷാഫി പറമ്പിൽ അല്പസമയത്തിനകം തന്നെ എത്തും. നിരവധി ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫിയുടെ കട്ടൗട്ടും പ്രചാരണ ബോർഡുകളൊക്കെ തന്നെ പിടിച്ചുകൊണ്ടാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. എന്താ പറയുക? വൻ വിജയത്തോടു കൂടി ശക്തിയായിക്കൊണ്ട് മുരളിയുടെ പാസെൻട്രിയേക്കാളും കൂടുതൽ എൻട്രി ആയിക്കൊണ്ട് ഷാഫി പറമ്പിൽ ഇവിടെ വിജയം പരിഹരിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് UDF സുസജ്ജമാണ്, ശക്തമാണ്. എല്ലാവിധ പാർട്ടി പ്രവർത്തകരും എല്ലാ പ്രവർത്തകരും നമ്മളോട് സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടെങ്കിലും CPM അവരുടെ അക്രമരാഷ്ട്രീയം ഇനിയെങ്കിലും ഈ കേരള മണ്ണിൽ നിർത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. 2019 കെ മുരളീധരനെ സ്വീകരിക്കാൻ വന്നിരുന്നു. 2019 വന്ന ആളാണോ? 2019 കെ മുരളീധരൻ ഇങ്ങനെ സ്വീകരിക്കാൻ വന്നിരുന്നു. അതെ, തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അതിനേക്കാളും മാസെൻട്രിയാണ് ഇപ്പോൾ. അതിന്റെ ഏകദേശം 4 ഇരട്ടി ആളുകൾ ഇപ്പോൾ ഇതിലേക്ക് പങ്കെടുത്തിരിക്കുകയാണ്. ഇനിയും ആളുകൾ എത്തിച്ചേർന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഈ വടകര പുതിയ സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും ഇവിടെ നിന്നൊന്ന് മാറി നിന്ന് വിഷ്വലെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം നിന്ന സ്ഥലത്ത് മാത്രമേ നിൽക്കാൻ കഴിയുന്നുള്ളൂ. അത്രയധികം ആളുകൾ ഈ പുതിയ സ്റ്റാൻഡിലേക്ക് ഒഴുകി എത്തുകയാണ്. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഷാഫി പറമ്പിൽ എത്തിക്കഴിഞ്ഞാൽ തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് കോട്ടപ്പറമ്പിൽ, അതായത് പഴയ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള മൈതാനത്തേക്ക് പോകും. അവിടെയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാൻ വേണ്ടി പോവുക. PK കുഞ്ഞാലിക്കുട്ടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക. അഭിനയൻ, തീർച്ചയായും കേരളത്തിലെ ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി തന്നെ വടകര മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.
കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ വലിയ മത്സരമാണ്. 2 സിറ്റിംഗ് MLA-മാർ നേർക്കുനേർ വരുന്നു എന്നുള്ള കേരള രാഷ്ട്രീയത്തിലെ തന്നെ അപൂർവ ചരിത്രം കൂടിയാണ് വടകര രചിക്കുന്നത്. ആര് ജയിച്ചു കഴിഞ്ഞാലും ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കൗതുകം കൂടി വടകര ബാക്കി വെക്കുന്നുണ്ട്. വലിയ ജനസമൂഹമാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനോടകം തന്നെ റോഡ് മാർഗം ഷാഫി പറമ്പിൽ അവിടേക്ക് എത്തും. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊട്ട മൈതാനത്തേക്ക് ഷാഫി പറമ്പിലുമായിട്ടുള്ള റോഡ് ഷോ നടക്കും. അവിടെ വെച്ച് UDF നേതാവ്, ലീഗ് നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയായിരിക്കും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക. സിനോജ് തോമസ് ആണ് വടകരയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.